ഹലോ, ദാ വരുന്നു. വെൽഡൻ ദയ. സർ, നീ അടിപൊളിയായി നിന്റെ ജോലി ചെയ്തു. ഇല്ല സർ, ഇത് മുഴുവൻ ഞങ്ങളുടെ ടീമിന്റെ കഷ്ടപ്പാടാ. വാ, വേറൊരു ജോലി കൂടി ഉണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് വന്നിട്ടുണ്ട്. ഇത് ബലം ഉപയോഗിച്ചല്ല, നല്ലവണ്ണം ചിന്തിച്ച് തന്നെ നീ പരിഹരിക്കണം. എന്ത് തരത്തിലുള്ള കേസാണ് സർ? ലജ്വന്തി, എൻ്റെ കോളേജ് കാലത്തെ സുഹൃത്ത് എന്ന് തന്നെ പറയാം. ഇതാണ് അവളുടെ കൊച്ചുമകൾ മായ. ഈ പാവം പെൺകുട്ടി വലിയ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുക. അവളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അവളുടെ പിന്നാലെയുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങൾ. പക്ഷെ എന്തിനാ സർ? പറയാം. മായയുടെ അമ്മ ഒരു ചെറിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓണറായിരുന്നു. ഇപ്പോൾ ആ കമ്പനിയിൽ എന്താണ് ഉള്ളതെന്ന് അറിയില്ല. എല്ലാ പണക്കാരും രാഷ്ട്രീയക്കാരും എന്തിനേറെ അണ്ടർ വേൾഡും വരെ അതിലേക്ക് കണ്ണുവെച്ചിരിക്കുക. അത് വിട്ടേക്ക്, മായയുടെ സ്വന്തം അച്ഛനും ആ കമ്പനി കൈവശപ്പെടുത്താൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ സർ, നമ്മൾ ഉടൻ തന്നെ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുന്നതയാ, പക്ഷെ നമ്മുടെ രീതിയിൽ ഒരു മാറ്റം വേണം. ആദ്യം നമ്മൾ മായയുടെ കഥ അറിയണം. സർ, മായയുടെ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അഥവാ ഈ കഥയുടെ ആദ്യ സൂത്രം എവിടെ നിന്നാ കിട്ടുക? മണാലി. മമ്മ, മമ്മ എഴുന്നേൽക്ക്. പപ്പ വീണ്ടും ആ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരിപ്പോ നിങ്ങളുടെ റൂമിലാ പപ്പയോടൊപ്പം. മമ്മ പ്ലീസ് എഴുന്നേൽക്ക്. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവരെ പുറത്താക്കും മമ്മ, പ്ലീസ്. 8 വയസ്സുള്ള ചെറിയ മായ കിടക്കയിൽ കിടക്കുന്ന അമ്മയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ അമ്മ മയൂരി ഇന്ന് കണ്ണു തുറന്നില്ല. നഴ്സ് മെഷീനിലെ ബട്ടണുകൾ അമർത്തുന്നത് അവൾ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും അവൾ ശ്രമിച്ചത്. ബട്ടൺ അമർത്തിയാൽ അമ്മ എഴുന്നേറ്റ് സംസാരിക്കും എന്ന് കരുതി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതേസമയം മായയുടെ അമ്മമ്മ കടന്നു വന്നു. അവൾ കരയുന്നത് കണ്ട ഉടനെ അവളെ ചേർത്ത് പിടിച്ചു. ഇല്ല മോളെ, കരയണ്ട. ഇവിടെ വാ. എന്റെ കുഞ്ഞെന്തിനാ കരയുന്നത്? കരയണ്ട. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. അമ്മമ്മ ഒരു നല്ല കഥ പറഞ്ഞു തരാം. പോവാം. കരയണ്ട മോളെ. അമ്മമ്മ കൈകളാൽ മായയുടെ ചെവികൾ മൂടി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോവല്ലേ മോളെ? മായയുടെ സഹനം തീർന്നിരുന്നു. പോവല്ലേ മായ, വേണ്ട. നിങ്ങൾ മോശം സ്ത്രീയാ. ഇതെന്റെ അമ്മയുടെ കിടക്കുക. ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. നീ ഓക്കെയാണോ? എവിടെയെങ്കിലും വേദനയുണ്ടോ?
ഡീ കുട്ടിപ്പിശാശേ, നിന്റെ നാവിന് അതിരില്ല. നിന്റെ അമ്മ അവിടെ പാതി മരിച്ച നിലയിൽ കിടക്കുമ്പോ നിന്നെ ഇന്ന് ഞാൻ വിടില്ല. ഇന്ന് ഞാൻ നിന്റെ നാവ് മുറിച്ചു കളയും കേട്ടോ. നിന്റെ സമയം കഴിഞ്ഞു. ഇന്ന് നിന്റെ മരണം ഉറപ്പാ. അവളുടെ അമ്മ തന്നെയാ അവളെ നശിപ്പിച്ചത്. ഞാൻ എന്ത് ചെയ്യാനാ? അവളുടെ അമ്മ തന്നെയാണ് അവളെ ലാളിച്ച് വഷളാക്കിയത്. അമ്മ നശിപ്പിച്ചോ? ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് കണ്ടോ? മാലിനി, നീ എന്താ ചെയ്യുന്നത്? അവളെ കൊല്ലാനാണോ? ഹാ, കൊല്ലും. ഏയ്, അടങ്ങി നിൽക്ക്. നിനക്കെന്താ ബുദ്ധി നഷ്ടപ്പെട്ടോ? ദേ കേൾക്ക്, ഈ പെൺകുട്ടി നമുക്കൊരു ഗോൾഡ് മൈനാണ്. അവൾ തന്നെ നമ്മുടെ ലോട്ടറിയാണ്. ആ കമ്പനി അവളുടെ പേരില്ല. മാലിനി മിണ്ടാതെയായി. പക്ഷേ അവളുടെ പരിക്കിന്റെ വേദന അപ്പോഴും കുറഞ്ഞിരുന്നില്ല. ഹേ നോ, ഐ കാന്റ് ബിലീവ് ദിസ്. നീ ഇത്ര ഭീരുവാണെന്ന് ഞാൻ അറിയില്ല. എനിക്ക് വേണ്ടി നിൽക്കാൻ പോലും കഴിയാത്ത ഒരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. ഈ വാക്കുകൾ കൊണ്ട് മാലിനി ശേഖരന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തു. അതിൽ ക്രോധം നിറഞ്ഞ ശേഖരൻ നേരെ മായയിലേക്ക് നടന്നു. പപ്പ, അവളെ വിട് ശേഖര. നീ എന്തായി ചെയ്യുന്നത്? നീ ഒരു അച്ഛനാണോ അതോ ശത്രുവാണോ? ആരെങ്കിലും സ്വന്തം കുട്ടി എങ്ങനെ അടിക്കൂ? ഇല്ല മോളെ, കരയണ്ട കരയണ്ട. സങ്കടം പറയാൻ ആരുമുണ്ടായിരുന്നില്ല. അവൾ തന്റെ പാവയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ മുറിയുടെ വാതിൽ തുറന്നത്. പുറത്തു നിൽക്കുന്ന അച്ഛനെ അവൾ കണ്ടു. മായ വിചാരിച്ചത് അച്ഛൻ അവളോട് സംസാരിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിത്തരുമെന്നാണ്. പപ്പാ, നിന്റെ അമ്മ മരിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നിന്റെ അമ്മ ദൈവത്തിന്റെ അടുത്തേക്ക് എന്നേക്കുമായി പോയി. ഇനി ഞാൻ നിന്റെ അച്ഛൻ. ഇന്ന് വീട്ടിൽ വന്ന ആ ആന്റി അറിയില്ലേ, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവാ. അവളുടെ പേര് മാലിനി. മാലിനിയും അവളുടെ മകളും ഇനി നമ്മളോടൊപ്പം ഈ വീട്ടിൽ തന്നെ താമസിക്കും. നാളെ മുതൽ അവർ പറയുന്നതെല്ലാം നീ കേൾക്കണം. ഇപ്പോ ഞാൻ നിന്നെ നേരെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കളയില്ല. നിന്റെ വിവാഹം വരെ ഞാൻ നിന്നെ നോക്കും. അതിനുശേഷം നിന്നെ എന്ത് ചെയ്യണമെന്ന് നിന്റെ ഭർത്താവ് തീരുമാനിക്കും. ഇത് ധരിക്കേ. ക്വീൻ പോക്കറ്റ് FM മലയാളത്തിൽ മാത്രം. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.